സ്വപ്നത്തിലെന്ന പോലെയാണ് നടൻ വിജയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. തമിഴ് സിനിമയിൽ തനിക്ക് വട്ടം വെക്കാനാളില്ലാത്ത സാഹചര്യത്തിൽ സിനിമാ ജീവിതം അവസാനിപ്പിച്ചാണ് താരം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. സമീപകാലത്ത് കോളിവുഡിന്റെ അതികായന്മാരായ രജനികാന്തിനും കമലഹാസനും ആഞ്ഞു ശ്രമിച്ചിട്ടും ഇളക്കം തട്ടാത്ത തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു പലരുടെയും അഭിപ്രായം. എന്നാൽ അത്തരക്കാർക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിച്ചുകൊണ്ട് തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഫലം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി എ.കെ. സ്റ്റാലിനടക്കം തറപറ്റിച്ചുകൊണ്ട് 108 സീറ്റുകളാണ് വിജയും സംഘവും വിജയിച്ചു കയറിയത്. മത്സരിച്ച 2 സീറ്റുകളിലും വമ്പൻ ഭൂരിപക്ഷമാണ് താരം നേടിയത്. തമിഴ്നാട്ടിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് വിജയ്ക്കിപ്പോൾ ആവശ്യമുള്ളത്. ഇതോടെ തമിഴ്നാട്ടിൽ അടുത്ത മുഖ്യമന്ത്രി വിജയ് തന്നെ ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതിനു പിന്നാലെ തമിഴ് സിനിമയിൽ താരത്തിന്റെ അഭാവം സൃഷ്ടിക്കുന്ന ഒഴിവിലേക്ക് ആരെത്തുമെന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വിജയ്ക്ക് ശേഷം തമിഴിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തല എന്ന വിളിപ്പേരുള്ള അറിയപ്പെടുന്ന അജിത് കുമാർ റേസിംഗിനുള്ള കമ്പം മൂത്ത് സിനിമയിൽ നിന്നും താൽക്കാലികമായി ഇടവേളയെടുത്തിരിക്കുകയാണ്. ഇതോടെ ഈ ഒഴിവിലേക്ക് മത്സരത്തിൽ ബഹുദൂരം പിന്നിലായി അജിത് കുമാർ എന്ന് നിസ്സംശയം പറയാം. നടിപ്പിൻ നായകൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സൂര്യയാണ് പരിഗണിക്കാവുന്ന മറ്റൊരു താരം. എന്നാൽ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ താരം മനോഹരമാക്കാറുണ്ടെങ്കിലും താരത്തിൻ്റെ ഒരു മാസ് മസാല പടം പോലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വിജയിച്ചിട്ടില്ലെന്ന് ശ്രദ്ധേയമാണ്. ആർ.ജെ. ബാലാജി സംവിധാനം മെയ് 14-ന് തിയേറ്ററിലെത്തുന്ന സൂര്യയുടെ മാസ് ആക്ഷൻ ചിത്രം കറുപ്പ്, മമത ബൈജുനുള്ള വിശ്വനാഥൻ സൺസ്, ജിത്തു മാധവനൊപ്പമുള്ള ചിത്രം തുടങ്ങിയവ താരത്തിൻ്റെ പഴയ പ്രതാപം തിരിച്ചെടുക്കുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ അവസരം മുതലാക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ. പുഷ്പ നൽകിയ പാൻ ഇന്ത്യൻ സ്റ്റാർഡത്തിന് മുമ്പ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ സ്വാധീനമുള്ള അല്ലുവിൻ്റെ വരാനിരിക്കുന്ന 2 ചിത്രങ്ങൾ തമിഴ് പ്രേക്ഷകരും പ്രതീക്ഷയേറുന്നു. തമിഴ് ഹിറ്റ് സംവിധായകനായ അല്ലിക്കും ലോകേഷ് കനരാജിനും ഒപ്പമാണ് താരം അടുത്ത ചിത്രം ചെയ്യുന്നത് എന്നത് തമിഴ്നാട്ടിൽ താരത്തിൻ്റെ കൃത്യമായ ആധിപത്യം നൽകാൻ സഹായിക്കും.